Friends, welcome to Commerce Bytes. Now we are going to discuss part 2 of question paper discussion series. Let me check if I can put two set of question paper discussion today. Let's see. Yesterday we have only completed 4 questions, right? So let me check it out. Okay. So without wasting time, let's move to the question. 65th question. The philosophical system which postulates that everything in reality stems from Purusha and Prakriti. Options are option A Samkhya, option B Nyaya, option C Mimamsa, and option D Vedanta. Here the answer is Sankhya. Sankhya is one of the 6 Astika schools of Hindu philosophy. It is mostly related to yoga. It is mostly related to yoga and it was influential on other schools of Indian philosophy. It forms a theoretical foundation. ഒരു യോഗനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഫിലോസോഫിക്കൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പ്ലീസ് ലോക്ക് ആൻസർ സംഖ്യ. ഓക്കെ. Sankhya epistemology accepts 3 of 6 pramanas. Do you people know that we are having 6 pramanas? Pratyaksha, Anumana, Upamana, Shabda, Arthabadi, Anupalabdi. ഈ 6 പ്രമാണങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പ്രമാണാസ് മീൻസ് ഓഫ് ജസ്റ്റ് ഒരു ഹിൻഡ് പോലെ ഞാൻ തരുന്നുള്ളൂ. പ്രമാണാസ് മീൻസ് ഓഫ് ഒബ്റ്റെയിനിങ് വാലിഡ് നോളജ്. നമുക്ക് വാലിഡായിട്ടുള്ള നോളജ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് പ്രമാണാസ് എന്ന് പറയുന്നത്. 6 പ്രമാണാസ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രത്യക്ഷ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പെർസെപ്ഷൻസ് ആണ്. നമ്മൾക്ക് നമ്മളുടെ സെൻസ് ഓർഗൻ വെച്ചിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, നമുക്ക് ഫീൽ ചെയ്യാം, ടച്ച് ചെയ്യാം, കാണാം, കേൾക്കാം, അങ്ങനെയുള്ളത് അതിനെയാണ് പ്രത്യക്ഷ എന്ന് പറയുന്നത്. അനുമാന, ആ വേർഡിൽ തന്നെയുണ്ട് ഒരു ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ചൊക്കെ ഈ വാക്കുകളിൽ ഫിലോസോഫിക്കൽ വേർഡ്സ് നമ്മളുടെ മലയാളമായിട്ട് കുറച്ച് റിലേറ്റഡ് ഉണ്ട്. സോ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് ഇതുപോലെയുള്ള ഫിലോസോഫിക്കൽ ടേംസ് പഠിക്കാനായിട്ട്. ഓക്കെ, ബാക്ക് ടു ആ പോർഷൻ. പ്രത്യക്ഷ ഞാൻ പറഞ്ഞു പെർസെപ്ഷൻ, നമുക്ക് അനുഭവം കിട്ടുന്നത് പെർസെപ്ഷൻ. ദ സെക്കൻഡ് വൺ ഇസ് അനുമാന. അനുമാന എന്ന് പറഞ്ഞാൽ ഇൻഫറൻസസ്, നമ്മൾ അനുമാനിക്കും. മലയാളം മീഡിയത്തിലായവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അനുമാനിച്ചു, അസംഷൻ, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു. ഉപമാന ആ വേർഡിൽ തന്നെ ഉണ്ട്, ഉപമിച്ചു. ദ നെക്സ്റ്റ് വൺ ഇസ് ശബ്ദം കൊണ്ട്, ശബ്ദരേഖ, വേർബൽ ഇൻഡിക്കേഷൻ. Next one is Arthapadi. Arthapadi means that the knowledge which gets through relation and implication. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു ദിവസത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും വി തിങ്ക് ഹി ഈറ്റ് അറ്റ് നൈറ്റ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അയാൾ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കും അയാൾ രാത്രി കഴിക്കുമായിരിക്കും. അതാണ് അർത്ഥപതി എന്ന് പറഞ്ഞാൽ. ഇനി ദ ലാസ്റ്റ് വൺ ഇസ് അനുപലാബ്ധി, വിച്ച് ഇസ് എ apprehension. Basically based on apprehension of non-existent thing which is based on the perception. For example, ഇപ്പം മറ്റേ മൂവിയില്ലേ കാക്കക്കുയിൽ സിനിമയിലെ മറ്റേ കീ വെക്കുന്ന ഒരു സീൻ പറയില്ലേ, അത് തന്നെ. ഡു നോട്ട് കോഗ്നൈസ് പോട്ട് ഓൺ ദ ടേബിൾ ബട്ട് ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ദെയർ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവരിങ്ങനെ പറയും, ആ കീ ഞാനിപ്പോൾ അവിടെ വെച്ചില്ലേ, അങ്ങനെ ഇങ്ങനെ ഒന്ന് അവർ ആ ഒരു സീൻ കാണിക്കില്ലേ, ആ സംഭവം തന്നെ അവിടെ ഉണ്ട് എന്ന് പറയും, പക്ഷേ അവിടെ ഇല്ല. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 6 പ്രമാണങ്ങളുണ്ട്. ആ ഒരു 6 പ്രമാണാസിൽ 3 എണ്ണമാണ് ഈ സംഖ്യയിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ പെർസെപ്ഷൻ, ഇൻഫറൻസസ്, ശബ്ദ. പെർസെപ്ഷൻ, ഇൻഫറൻസസ്, ശബ്ദ, അങ്ങനെ 3 എണ്ണം. പ്രത്യക്ഷ, അനുമാന, ശബ്ദ, അങ്ങനെ 3 എണ്ണമാണ് നമ്മുടെ സംഖ്യയിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഈ ന്യായ സ്കൂൾ ഓഫ് എപ്പിസ്റ്റമോളജി ഉണ്ട്, വിച്ച് ആക്സെപ്റ്റ്സ് ദ 4 ഔട്ട് ഓഫ് 6. 4 എണ്ണം ആക്സെപ്റ്റബിൾ ആണ് ഈ ഞാൻ പറഞ്ഞ 6 പ്രമാണാസിൽ. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷ,
അനുമാന, ഉപമാന ആൻഡ് ശബ്ദ. ആ ഫസ്റ്റ് 4 പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ. ഓക്കെ. The next one is Mimamsa. Mimamsa hold the 6 useful. ഈ 6 പ്രമാണാസ് പറഞ്ഞില്ലേ, അത് 6 മീമാംസയിൽ ഉണ്ട്, ആക്സെപ്റ്റബിൾ ആണ്. The next one is Vedananda. Vedananda is a philosophy taught by Vedas. ആ വേദാനന്ദം നമ്മൾ വേദങ്ങൾ പഠിക്കാമെന്നൊക്കെ പറയില്ലേ, അത് തന്നെ. The most ancient scriptures of India, its basic teaching is that our real nature is divine. God, the underlying reality, exists in every being. Religion is therefore a search for self-knowledge, a search for growth, God within. നമ്മൾ വേദങ്ങളെ പറ്റി കൂടുതൽ പഠിക്കുക, നമ്മുടെ ഉള്ളിലെ ദൈവത്തിനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്യുക, അങ്ങനെ ഇങ്ങനെയെന്നുള്ളത്. ഞാൻ ഈ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ 4 ഓപ്ഷൻസ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ 4 ഓപ്ഷൻസിൽ വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യനും അവർക്ക് നെക്സ്റ്റ് ഈ ജൂൺ 2021 ചോദിക്കാം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഈ 4 ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്തു തരുന്നത്. ഓക്കെ. ഇഫ് യു പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, യു പീപ്പിൾ ക്യാൻ ഡു ദ സെയിം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഫോർ ഇറ്റ്. യു പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് വാട്ട് ഈസ് ദ കണ്ടൻറ്റ്. ഓക്കെ. സോ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 66. A teaching approach which attempt to help the students to question and answer domination and the beliefs and practice that dominates. Here the answer is critical pedagogy. Let's have a detailed explanation. Options നമുക്ക് തന്നിരുന്നത് inductive approach, option B heuristic മെത്തേഡ്, ഓപ്ഷൻ സി ക്രിട്ടിക്കൽ പെഡഗോഗി ആൻഡ് ഓപ്ഷൻ ഡി ഡിഡക്റ്റീവ്. ഇതിലെ ഇൻഡക്റ്റീവ് അപ്രോച്ചും ഡിഡക്റ്റീവ് അപ്രോച്ചും നിങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട 2 പോയിൻറ്റുകളാണ്. കാരണം അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിന് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. DGP എന്നൊരു പോലീസിൻ്റെ ഒരു റാങ്കിൽപ്പെട്ട ഒരാളാണ് DGP എന്ന് പറയുന്നത്. സോ DGP എന്ന് പറയുന്നത് ഡിഡക്റ്റീവ്, ജനറൽ ടു പെർട്ടിക്കുലർ. ഓക്കെ. DGP എന്ന് പറയുമ്പോൾ ജനറൽ ടു പെർട്ടിക്കുലർ. അപ്പോൾ ഓൺ ദ അതർ ഹാൻഡ് IPG ഇൻഡക്റ്റീവ്, പെർട്ടിക്കുലർ ടു ജനറൽ. ഇൻഡക്റ്റീവിൽ പെർട്ടിക്കുലറിൽ നിന്ന് അവർ ജനറലിലേക്ക് പോകും. ബട്ട് ആ ടൈമിൽ നമ്മുടെ ഡിഡക്റ്റീവിലാണെങ്കിൽ ജനറലിൽ നിന്ന് പെർട്ടിക്കുലറിലേക്ക് പോകും. അതിന് വേറെയും ഒരു ഷോർട്ട് കട്ടും കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. DGP ഇൻ AC. DGP ഡിഡക്റ്റീവ്, ജനറൽ ടു പെർട്ടിക്കുലർ. അങ്ങനെ പോകുമ്പോൾ അബ്സ്ട്രാക്റ്റ് ടു കോൺട്രാക്റ്റ്. എൻ്റെ ക്ലാസ്സസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അബ്സ്ട്രാക്റ്റും കോൺക്രീറ്റും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനത് സ്പെസിഫൈ ചെയ്തിരുന്നു. ഇഫ് യു ആർ നോട്ട് അറ്റൻഡിങ് മൈ ക്ലാസ് റെഗുലർലി, യു പീപ്പിൾ ക്യാൻ ഗോ ബാക്ക് ആൻഡ് ചെക്ക് മൈ ലാസ്റ്റ് വീഡിയോസ്. ഓക്കെ. അപ്പോൾ DGP ഇൻ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡക്റ്റീവ്, ജനറൽ ടു പെർട്ടിക്കുലർ. അത് കഴിഞ്ഞിട്ട് AC എന്ന് പറയുമ്പോൾ അബ്സ്ട്രാക്റ്റ് ടു കോൺക്രീറ്റ്. ഓക്കെ. അൺനോൺ ടു നോൺ. നമുക്ക് ഒരു ആൾക്കാരിൽ നിന്ന് ഒരു പെർട്ടിക്കുലറായിട്ടൊരു സ്റ്റുഡൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ അൺനോൺ എന്ന് ഒരു നോണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവം, അതിൽ നിന്ന് നമ്മളൊരു സിമ്പിളിലേക്കാണ് പോകുന്നത്. ബട്ട് നിങ്ങൾ ഈ ഒരു സൈഡ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സൈഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും IPG ഇൻഡക്റ്റീവ്, പെർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർട്ടിക്കുലർ ടു ജനറൽ, ഒരു മനുഷ്യനിൽ നിന്ന് ഒരു കൂട്ടം മനുഷ്യരിലേക്ക്, ഒരു സിമ്പിളായിട്ടുള്ള സംഭവത്തിൽ നിന്ന് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവത്തിലേക്ക്. ഓക്കെ. പിന്നെ വേറൊരു പോയിൻ്റ് ഇവിടെ പറയാനുള്ളത്, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പ്രൊമൈസസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അവിടെയോ പെർട്ടിക്കുലറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കൺക്ലൂഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ DGPയിൽ വന്നത് ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫറൻസസ് വിത്ത് സെർട്ടേണിറ്റിയാണ്. ഇത് സെർട്ടേണിറ്റിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം ഒരു പെർട്ടിക്കുലർ മനുഷ്യനിലേക്കാണ് എത്തുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ടാണ് ഒരു പേഴ്സൺ, ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ.
But on the other hand, inductive പെർട്ടിക്കുലർ ടു ജനറൽ വരുമ്പോൾ ഇൻഫറൻസസ് വിത്ത് പ്രോബബിലിറ്റി. നമുക്കറിയില്ല എന്താകും എങ്ങനെയാവും എന്ന് നമുക്കറിയില്ല. ഓക്കെ, ഹ്യൂറിറ്റിക് മെത്തേഡ് ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്പെസിഫൈ ചെയ്തിരുന്നു. എന്നാലും ഞാൻ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് എ ടീച്ചർ അപ്രോച്ച് ടു problem solving, learning or discovering that employs practical method, not guaranteed to be optimal. Perfect ആവണമെന്നില്ല, but for this sufficient for the immediate goal. പെട്ടെന്നുള്ള ആവശ്യത്തിന് നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് ചൂസ് ചെയ്യും. ദാറ്റ്സ് ഓൾ. ഇനി ക്രിട്ടിക്കൽ പെഡഗോഗി, ദ ആൻസർ. ക്രിട്ടിക്കൽ പെഡഗോഗി ഇസ് പ്രൊപ്പോസ്ഡ് ബൈ പൗലോ ഫെറെ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു മഹത്തായ ഒരു വ്യക്തിയാണ് പൗലോ ഫെറെ. ആ പുള്ളിയുടെ കുറച്ച് പോയിൻറ്റ്സൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. തിയറി റിയാലിറ്റി എന്നുള്ള വാക്ക് ആ പുള്ളിയുടെ ഒരു കീവേഡാണെന്ന് നമ്മൾ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ സോഷ്യൽ മൂവ്മെൻറ്റ് ഡെവലപ്ഡ് ആൻഡ് applied concepts from the critical theory and related tradition to the field of education and the study of culture. It is the experiences and the perception of the learners are important. നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ സ്പെസിഫൈ ചെയ്തില്ലേ, ദ ടീച്ചിങ് അപ്രോച്ച് വിച്ച് അറ്റംപ്റ്റ് ടു ഹെൽപ്പ് ദി സ്റ്റുഡൻസ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ചാലഞ്ച് ദ ഡോമിനേഷൻ. ഇവിടെ കീവേഡ് എന്ന് പറയുന്നത് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് ആണ്. അത് തന്നെയാണ് ഈ പോയിന്റിലും പറയുന്നത്. എക്സ്പീരിയൻസസ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് ദ ലേണർ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് ആ ഓപ്ഷൻ വായിച്ച് അതിൻ്റെ ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ അത്രയും പറഞ്ഞിട്ട് പോവാം. പക്ഷേ ഞാനത് ചെയ്യാത്തത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസാണ് ഈ വീഡിയോസ് കാണുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എൻ്റെ എഫേർട്ട് ഞാൻ കൂടുതലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിങ്ങനെ ഓപ്ഷൻസുകൾ ഇടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. 67th question. Cultural modification of an individual, group or people by adapting to or borrowing traits from another culture is known as. Options are option A, cultural lag, option B, cultural pluralism, option C, assimilation, and option D, acculturation. Here cultural lag എന്ന് പറഞ്ഞാൽ the cultural takes time to catch up innovation and social problem caused by the lag. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ ഫോണുകൾ പണ്ട് അത് ഇൻവെൻറ്റ് ചെയ്തിരുന്ന ടൈമിൽ കുറേ പേരൊന്നും അത് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കേണ്ടായിരുന്നില്ല. കുറേ വർഷം കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഫോൺ മേടിക്കാനും അത് യൂസ് ചെയ്യാനും. ഇപ്പോഴും ഫോൺ യൂസ് ചെയ്യാത്ത കുറേ മനുഷ്യന്മാരുണ്ടാവും. ആ ഒരു ടൈം പീരീഡിനെയാണ് ടൈം ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൾച്ചറൽ പ്ലൂറലിസം ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ്. അത് വിട്ടേരെ. ഇനി അസിമിലേഷൻ ശരിക്കും ഇവിടെ വരേണ്ട ഒരു പോയിൻ്റ് അല്ല. ഈവൻ ദോ ഞാൻ പറയുകയാണ്, അസിമിലേഷൻ മീൻസ് ദാറ്റ് ആഡിങ് ടു ദ എക്സിസ്റ്റിംഗ് സ്കീമ. ഉള്ളതിലേക്ക് കുറച്ച് കൂടെ ആഡ് ചെയ്ത് കയറ്റുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അക്കൾട്രേഷൻ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇഫ് യു പീപ്പിൾ ഹാവ് നോട്ട് ഡൺ വിത്ത് ദാറ്റ് പോയിൻറ്റ്, യു പീപ്പിൾ ക്യാൻ ഗോ ബാക്ക് ആൻഡ് ചെക്ക് മൈ വീഡിയോസ്. ജസ്റ്റ് അക്കൾട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു കൾച്ചറിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്ത്, അതിൻ്റെ എക്സാമ്പിളും ട്രിക്കും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കുട്ടി കല്യാണം കഴിച്ച് വേറൊരു കൾച്ചറുള്ള ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെയാണ് അക്കൾട്രേഷൻ. ജസ്റ്റ് ആ ഒരു സിമ്പിൾ സെൻറ്റൻസ് മതി നിങ്ങൾക്ക് ആ ഒരു അക്കൾട്രേഷൻ പ്രോസസ്സ് പഠിക്കാനായിട്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ബാലൻസ് ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് തന്നെ ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ നെക്സ്റ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം എന്തായാലും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. താങ്ക് യു.